ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയമുറപ്പിക്കുകയാണ് ഇന്ത്യ മുന്നണി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രീപോൾ സർവേ ഫലങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം പ്രവചിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് NDAക്ക് മുന്നേറ്റമുണ്ടാകുമെന്നാണ്. അതേസമയം ഇന്നലെ പുറത്തുവന്ന അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതും NDA മുന്നേറ്റം തന്നെയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഫലങ്ങളായതുകൊണ്ട് തന്നെ അതേ തരംഗം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാനുള്ള അഥവാ പ്രതിഫലിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്നാൽ ഇന്ത്യ മുന്നണി എന്ന ആശയത്തിന്റെ ലക്ഷ്യം കേവലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാനിക്കുന്നതല്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരർത്ഥത്തിൽ ആദ്യ ചുവടുവെപ്പ് മാത്രമാണ്. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ കരുത്താർജിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം. ഇതിലേക്കുള്ള ആദ്യ സൂചന നൽകുകയാണ് ഒഡീഷയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ സർവേ. 147 സീറ്റുകളുള്ള അസംബ്ലിയിൽ പാർട്ടിക്ക് 62 മുതൽ 80 വരെ സീറ്റുകളാണ് പ്രവചിക്കുന്നത്. BJD 62 മുതൽ 80 വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട്. എക്സിറ്റ് പോൾ ശരിയാണ് എങ്കിൽ 2004 ശേഷം ഇത് ആദ്യമായാണ് BJDക്ക് സംസ്ഥാന നിയമസഭയിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാത്തത്. ഈ സാഹചര്യത്തിൽ ഒഡീഷയിൽ തൂക്ക് നിയമസഭ കാണാൻ കഴിയും. എക്സിറ്റ് പോൾ പ്രകാരം BJPയുടെ വോട്ട് വിഹിതം 42% കുതിച്ചുയരാൻ സാധ്യതയുമുണ്ട്. BJDയുടെ വോട്ട് വിഹിതം അതേ കണക്കിലേക്ക് കയറുവാനും സാധ്യതയുണ്ട്. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 12% കോൺഗ്രസിന് ലഭിക്കുമെന്നും 5 മുതൽ 8 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും പ്രവചനവുമുണ്ട്. ഒഡീഷയിലെ നിയമസഭയിൽ 147 സീറ്റുകളാണുള്ളത്. BJPക്ക് ഇത്തവണ കാര്യമായ നേട്ടങ്ങളാണ് സർവേ പ്രവചിക്കുന്നതും. എന്നാൽ നിയമസഭയിൽ ഇരു പാർട്ടികൾക്കും തുല്യ സീറ്റുകളായിരിക്കും ലഭിക്കുക. ഒഡീഷയിൽ BJPയുടെ ഉദയത്തിനു കൂടിയാണ് ഇതിലൂടെ കളമൊരുങ്ങുന്നത്. BJPയുടെ ഹൈഡോസ് പ്രചരണം ഇവിടെ പാർട്ടിക്ക് നേട്ടങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തവണയും BJP പ്രചാരണങ്ങൾ നടത്തിയത്. ഒഡീഷയിൽ നിന്നുള്ള നേതാവിനെ രാഷ്ട്രപതിയാക്കിയേക്കും. പ്രചാരണത്തിൽ നവീൻ പട്നായിക്കിനെ ഭരിക്കുന്നത് VK പാണ്ഡ്യനാണെന്നുള്ളതും BJPക്ക് നേട്ടങ്ങളുണ്ടാക്കിയിരുന്നു. അതേസമയം ഇന്ത്യ ടുഡേയുടെ എക്സിറ്റ് പോളുകൾ ശരിയായി വന്നാൽ 2004 ശേഷം ആദ്യമായിട്ടായിരിക്കും BJDക്ക് ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥയുണ്ടാകുന്നത്. നവീൻ പട്നായിക്കിന് ഇതോടെ ഭരണം നടത്താൻ BJPയുടെ സഹായം തേടേണ്ടി വരും. തെരഞ്ഞെടുപ്പിന് മുൻപ് BJPയും BJDയും തമ്മിൽ സഖ്യത്തിന്റെ കാര്യത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു. ഏകദേശം സഖ്യത്തിന് അനുമതിയും ലഭിച്ചിരുന്നു. എന്നാൽ ഒഡീഷയിൽ നിന്നുള്ള നേതാക്കൾ സഖ്യം വേണ്ട എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അറിയിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ സാഹചര്യം അനുകൂലമാണെന്ന് മനസ്സിലാക്കിയായിരുന്നു ഈ തീരുമാനം. BJPയുടെ വോട്ട് ശതമാനത്തിലും ഇത്തവണ കാര്യമായ വർധനവുണ്ടാകും. 42% വോട്ട് ഉയരുക. BJDക്കും ഇത്ര തന്നെ വോട്ട് ലഭിക്കും. അതേസമയം കോൺഗ്രസ് 5 മുതൽ 8 സീറ്റുകൾ വരെ സംസ്ഥാനത്ത് ആകെ നേടിയേക്കാനും സാധ്യതയുണ്ട്. 12% വോട്ടുകൾ അവർക്ക് ലഭിക്കുമെന്ന് സർവേയും പറയുന്നുണ്ട്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 112 സീറ്റുകളുമായി BJD വീണ്ടും അധികാരത്തിൽ വന്നിരുന്നു. എന്നാൽ BJPക്ക് 23 സീറ്റുകൾ മാത്രമായിരുന്നു ലഭിച്ചത്. 23-ൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന 80 സീറ്റുകളിലേക്കുള്ള വളർച്ച. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 മുതൽ 20 സീറ്റുകൾ വരെ BJP നേടുമെന്നാണ് ഇന്ത്യ ടുഡേ സർവേയുടെ പ്രചാരണം. രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ 18ാം ലോക്സഭയുടെ സ്ഥാനം ഏറെ പ്രത്യേകതകൾ ഉള്ളതായിരിക്കും, ഏറെ നിർണായകവും.